IIT എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എയിംസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ NLU എന്താണെന്ന് മിക്ക ലോ ആസ്പിറൻസിനും അറിയില്ല. IITs ഓഫ് ലോ കോളേജ് എന്നാണ് NLUs അറിയപ്പെടുന്നത്. ആ ടാഗ് ലൈനിൽ തന്നെ ഉണ്ട് NLU എന്താണ് എന്നോ. എന്താണ് IITയും സാധാരണ ലോ കോളേജും തമ്മിലുള്ള വ്യത്യാസം? അതേ വ്യത്യാസം തന്നെയാണ് NLUവും ഒരു സാധാരണ ക്യാമ്പസും തമ്മിലുള്ളത്. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും മികച്ച ക്യാമ്പസുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പോലും ഇവിടെ എങ്ങും ക്യാമ്പസ് പ്ലേസ്മെന്റ് ഇല്ല. ഒരു 15 lakh per annum ഒരു സാധാരണ അഡ്വക്കേറ്റ് ഒരു സാധാരണ ലോ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി നമ്മളത് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര വർഷം വേണ്ടി വരും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു പോകും. നവരത്ന കമ്പനീസ്, ഗെയില്, റിലയൻസ്, സെയില് അല്ലെങ്കിൽ പോട്ടെ ടോപ്പ് ടയർ ഇന്ത്യൻ ലീഗൽ ഫേംസ്, ഇവിടെ ഒരു സാധാരണ ലോ കോളേജിൽ പഠിക്കുന്ന ഒരാൾക്ക് ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്ത് കിട്ടാൻ പോലും പോസിബിലിറ്റി ഇല്ല. കാരണം ഇവിടെ നമ്മൾ പഠിച്ചിറങ്ങിയാൽ നമുക്ക് കിട്ടാൻ പോകുന്ന എക്സ്പോഷർ, നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പോകുന്ന ഇൻകം, ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് എത്തിക്കുന്നത്, ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള ഡിസിഷനിലേക്ക് നമ്മൾ പോയി ചെല്ലാനുള്ള റീസൺ എന്ന് പറയുന്നത്. നമ്മൾ കേരളത്തിലെ ലോ ആസ്പിറൻസ് എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ക്ലാറ്റ് എഴുതണ്ട എന്ന് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം. കാരണം NLUവിൽ ഫീസ് കൂടുതലാണ്, അപ്പൊ അവിടെ പഠിക്കണ്ട എന്നുള്ളതാണ് നമ്മൾ പലരും എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് ശരിക്കും ഈ NLU എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? IIT എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എയിംസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ NLU എന്താണെന്ന് മിക്ക ലോ ആസ്പിറൻസിനും അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പലരും NLU വേണ്ട, NLU പഠിക്കാൻ വേണ്ടി ഒരു ക്ലാറ്റ് എൻട്രൻസ് എക്സാം എഴുതേണ്ട ആവശ്യമില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. IITs ഓഫ് ലോ കോളേജ് എന്നാണ് NLUs അറിയപ്പെടുന്നത്. ആ ടാഗ് ലൈനിൽ തന്നെ ഉണ്ട് NLU എന്താണ് എന്നുള്ളത്. ഈ NLUവിലേക്ക് അഡ്മിഷൻ നേടാനുള്ള ക്ലാറ്റ് എൻട്രൻസ് എക്സാം എഴുതുന്ന മലയാളികളുടെ എണ്ണം 1000-ൽ താഴെയാണ്. എന്നാൽ കേരള ലോ എൻട്രൻസ് എക്സാം എഴുതുന്ന മലയാളികളുടെ എണ്ണം 10,000-നടുത്തു. നിങ്ങൾ ലോ ആസ്പിറൻസ് പലരും NLU എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല. ഒരു പ്രൊഫഷണൽ കോഴ്സ് നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നത്. അവിടെയാണ് NLUയും മറ്റ് ലോ കോളേജും തമ്മിലുള്ള വ്യത്യാസം. എന്താണ് IITയും സാധാരണ ലോ കോളേജും തമ്മിലുള്ള വ്യത്യാസം? അതേ വ്യത്യാസം തന്നെയാണ് NLUവും ഒരു സാധാരണ ക്യാമ്പസും തമ്മിലുള്ളത്. ഒരു NLUവിൽ നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് ലഭിക്കുന്നത്. ഇന്ത്യയിലെ മറ്റേത് ക്യാമ്പസിൽ നിന്ന് നിങ്ങൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാലും നമുക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും മികച്ച ക്യാമ്പസുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പോലും ഇവിടെ എങ്ങും ക്യാമ്പസ് പ്ലേസ്മെന്റ് ഇല്ല. പക്ഷെ ഈ ക്യാമ്പസ് പ്ലേസ്മെന്റ് NLU പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടോപ്പ് ടയർ NLUസിൽ നിന്ന് നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് മിനിമം 15 lakhs per annum എന്നുള്ള പാക്കേജസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു 15 lakh per annum ഒരു സാധാരണ അഡ്വക്കേറ്റ് ഒരു സാധാരണ ലോ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി നമ്മൾ അത് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര വർഷം വേണ്ടി വരും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. കോർപ്പറേറ്റ് ലോ പ്രാക്ടീസിംഗിൽ ഒരു മൊണോപോളി തന്നെയാണ് NLUവിന് നിലവിലുള്ളത്. നവരത്ന കമ്പനീസ്, ഗെയില്, റിലയൻസ്, സെയില് അല്ലെങ്കിൽ പോട്ടെ ടോപ്പ് ടയർ ഇന്ത്യൻ ലീഗൽ ഫേംസ്, ഇവിടെ ഒരു സാധാരണ ലോ കോളേജിൽ പഠിക്കുന്ന ഒരാൾക്ക് ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്ത് കിട്ടാൻ പോലും പോസിബിലിറ്റി ഇല്ല. ആ സ്ഥലത്തേക്കാണ് ഇവരെല്ലാം പ്ലേസ് ചെയ്യുന്നത്. NLUസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ടോപ്പ് ലീഗൽ ഫേംസിലാണ്. ഒരു സാധാരണ ലോ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി ഇന്ത്യയുടെ ടോപ്പ് ടയർ ഫേംസിൽ വർക്ക് ചെയ്യുന്ന എത്ര അഡ്വക്കേറ്റ്സിനെ നിങ്ങൾക്ക് അറിയാം? അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന എത്ര അഡ്വക്കേറ്റ്സിനെ നമുക്കറിയാം? ഇവിടെ എല്ലാമാണ് NLU വ്യത്യസ്തമാകുന്നത്. അപ്പോൾ ഫീ കൂടുതലാണ് എന്നുള്ള ഒരേ ഒരു റീസൺ പറഞ്ഞുകൊണ്ട് നമ്മൾ NLUവിൽ പഠിക്കാൻ പോകുന്നില്ല എന്ന് തീരുമാനിക്കുന്നതിന്റെ മണ്ടത്തരം നിങ്ങൾ മനസ്സിലാക്കുക. IITയിൽ ഫീ കൂടുതലാണ്, എയിംസിൽ ഫീ കൂടുതലാണെന്നും പറഞ്ഞിട്ട് ഒരു ഡോക്ടറോ എഞ്ചിനീയറോ പഠിക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? കാരണം ഇവിടെ നമ്മൾ പഠിച്ചിറങ്ങിയാൽ നമുക്ക് കിട്ടാൻ പോകുന്ന എക്സ്പോഷർ, നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പോകുന്ന ഇൻകം, ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് എത്തിക്കുന്നത്, ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള ഡിസിഷനിലേക്ക് നമ്മൾ പോയി ചെല്ലാനുള്ള റീസൺ എന്ന് പറയുന്നത്. ക്ലാറ്റും NLUവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നല്ലൊരു കോച്ചിങ് സംവിധാനം ഇല്ല എന്നുള്ളത്. കേരളത്തിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള മീഡിയോക്കർ ആയിട്ടുള്ള കോച്ചിങ് ഫെസിലിറ്റീസിന് 70,000-ൽ മുകളിലാണ് ഫീ പറയുന്നത്. ഇവിടേക്കാണ് മെന്റേഴ്സ് കാലെടുത്ത് വെക്കുന്നത്. 2020-ൽ കേരള ലോ എൻട്രൻസ് എക്സാമിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനം അന്ന് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേരള ലോ എൻട്രൻസ് എക്സാമിനുള്ള കോച്ചിങ് നമ്മൾ കൊടുത്തു. ഇന്ന് ഓൺലൈൻ, ഓഫ്ലൈൻ എന്നീ കോച്ചിങ്ങുകളിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്നത് മെന്റേഴ്സ് ആണ്. നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ക്ലാറ്റ് ആണ്. കേരളത്തിലെ ലോ ആസ്പിറൻസ് എല്ലാവരും ക്ലാറ്റ് എൻട്രൻസ് എക്സാം എഴുതണം.
കേരളത്തിലെ ലോ ആസ്പിറൻസിന് എല്ലാവർക്കും NLUസിൽ പ്ലേസ്മെന്റ് കിട്ടണം. ഇന്ത്യയിലെ ടോപ്പ് ടയർ ലോ കോളേജസിൽ മലയാളി കുട്ടികൾ പഠിക്കണം. ഇന്ത്യയിലെ ടോപ്പ് ടയർ ലോ ഫേംസിൽ മലയാളികൾ പ്ലേസ്മെന്റ് നേടണം. പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ? അങ്ങനെയെങ്കിൽ പഠിപ്പിക്കാൻ മെന്റേഴ്സ് ഉണ്ട്. ജൂലൈ 1 മുതൽ മെന്റേഴ്സിന്റെ ക്ലാറ്റ് കോച്ചിങ് ക്ലാസ്സസ് ആരംഭിക്കുകയാണ്. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് ക്ലാറ്റിന്റെ കോച്ചിങ് നമ്മൾ നിലവിൽ കേരളത്തിലെ ലോ ആസ്പിറൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. മൺഡേ ടു ഫ്രൈഡേ ഡെയിലി 1 hour ക്ലാസ്സസ്, അതുപോലെ 400+ സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ, 30+ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ, വർക്ക്ഷീറ്റുകൾ, സ്റ്റഡി മെറ്റീരിയൽസ്, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്. ഇത് ഫുള്ള് ഡിസംബർ വരെയുള്ള കോച്ചിങ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് മെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കോച്ചിങ്ങിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി, ഗ്രൂപ്പിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും.